നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ റാമിനെ ഹാജരാക്കിയ തലശ്ശേരി കോടതിയിൽ നാടകീയ രംഗങ്ങൾ. കോടതി ജാമ്യത്തിൽ വിട്ടയച്ചതിന് പിന്നാലെ ഡോക്ടർ റാമിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു. കോടതി വളപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെതിരെ ഡോക്ടർ റാമിന്റെ ഭാര്യ ദിൽന രംഗത്ത്. തന്നെ തള്ളിമാറ്റിയാണ് റാമിനെ പിടിച്ചുകൊണ്ടുപോയതെന്നും ഭാര്യ ആരോപിച്ചു. 2-3 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞ് റിലീസായതായിരുന്നു. റിലീസായി അപ്പം വീഡിയോ ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചുറ്റും കൂടി മെല്ലനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാറിന് നമ്മൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. കാറിലിരുത്താൻ വേണ്ടി നടന്ന് ഇവിടെ വരെ പുറത്ത് വരെ വരാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ തന്നെ കോടതിൻ്റെ ഉള്ള ആ ടേണിങ് കഴിഞ്ഞ അപ്പാട് എൻ്റെ കൈ പെട്ടെന്ന് ഇങ്ങനെ ആരോ തട്ടി മാറ്റി പിടിച്ച് തിരിച്ചു ഇവരെ. അപ്പോൾ നോക്കുമ്പോൾ ഡിവൈഎസ്പി എനിക്ക് പേരറിയില്ല, ഡിവൈഎസ്പി ആണ് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത് എൻ്റെ കൈയും തട്ടി മാറ്റി ഞങ്ങൾ റീ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സർ തീരെ നടക്കാൻ പറ്റുന്നില്ല, കോടതി ഇപ്പോൾ വിട്ടതല്ലേ, അല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി പിടിച്ച് വെടിച്ച് കാറിലിരുന്ന് 2-3 പോലീസും കാറിലിരുന്ന് കൊണ്ടുപോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 ലേഡീസ് മാത്രമായിരുന്നു, ആണുങ്ങളൊക്കെ ബാക്കോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കൊണ്ടുപോയി. അതും കണ്ണൂർ ഭാഗത്തേക്കല്ല പോയത്. നോക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ആകെ വെറീഡായി. എന്നിട്ടാണ് പിന്നാലെ വന്ന് നിങ്ങളെ വിളിച്ചത്. എന്താ പറ്റുന്നത് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. പെട്ടെന്ന് പിടിച്ചുകൊണ്ടതല്ല കോടതി എന്റെ പെർമിഷൻ കോർട്ടിലെ നോട്ടീസ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ദേ വയലേറ്റഡ് ദ ലോ നൗ. ദേ ഡൺ ഇല്ലീഗാലിറ്റി. എവിടെ കൊണ്ടുപോയത്? കോടതിന്റെ പെർമിഷൻ എടുക്കണ്ടേ, അവര് നോട്ടീസ് കൊടുക്കണ്ടേ പുള്ളിക്ക്? ലെറ്റസ് എനിവേ ഇങ്ങോട്ടാ കൊണ്ടുപോയത് നമ്മൾ അന്വേഷിക്കണം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ നിൽക്കുന്ന സമയത്ത് വൈഫുണ്ട്, അവരെ വൈഫിന്റെ സിസ്റ്റർ ഉണ്ട്, അവരെ സിസ്റ്റർ ഉണ്ട്, ബ്രദേഴ്സ്, എല്ലാ ആൾക്കാരും കൂടി ഉണ്ട്. ഇത് പോലീസിന്റെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നീക്കമാണോ? കറക്റ്റ്. ഡ്രാഗ്ഡ് ബൈ ഫോഴ്സ്, ബലമായി പിടിച്ചുകൊണ്ടുവല്ലേ ചെയ്തത്. ഇപ്പൊ കോടതി കോമ്പൗണ്ട് ദാറ്റ് ഈസ് ഇല്ലീഗൽ. ഇറ്റ് വാറന്റ്സ് ആക്ഷൻ അഗൈൻസ്റ്റ് പോലീസ്. അറസ്റ്റ് ചെയ്യുന്ന അധികാരമില്ല ഇപ്പോ. കോടതി വളപ്പിൽ ഇത്തരത്തിൽ പോലീസ് ചെയ്ത് വളരെ മോശമാണ്. അത് നിയമം കയ്യിലെടുത്ത് പോലീസ് നിയമം ലംഘിച്ച് നിയമം കയ്യിലെടുത്തിരിക്കുക അവരിപ്പോ. വിൽ സീ സർ. I will arrest me. I will arrest me. No problem. I will arrest. Please take them. I am arrested. I'll go. I am jail. I am go jail. I am going jail. I am going jail. No problem. Take them. Ayyo. Please. Shaatramku cheppu. Shaatramku cheppu. No problem. I am go. Appo na video. Nee enna kudu please. That's the second procedure. After that, the pre-arrest is done, and notice will be given you, and then we produce the notice. So that കെ.വി. ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൈജു, കോടതി ജാമ്യത്തിൽ വിട്ടയച്ച ഒരാളെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് അടക്കം പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭാര്യയും ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അനുസരി ഈ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയുടെ അറസ്റ്റ് അസാധുവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഈ റാമിനെ വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ബോധ്യപ്പെടുത്തണമെന്ന് സുപ്രീം കോടതിയുടെ വിധി പാലിക്കാതെയാണ് അറസ്റ്റ് എന്നാണ് കോടതി പറഞ്ഞത്. ഈ വിധിക്ക് ശേഷം കുടുംബത്തിനൊപ്പം കോടതി വളപ്പിലൂടെ നടന്നു നീങ്ങിയ റാമിനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ബലമായി കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഭാര്യ ദിൽന ആരോപിക്കുന്നത്. കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് അരങ്ങേറിയെന്ന് ഇവർ പറയുന്നു. അതോടൊപ്പം ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ പോലെ പെരുമാറിയെന്നും റാമിന്റെ അഭിഭാഷകർ ആരോപിക്കുന്നു. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അസ്വാഭാവിക പെരുമാറ്റത്തിൽ അഭിഭാഷകർ പോലും പകച്ചുപോയ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രത്തോളം നാടകീയമായ രംഗങ്ങളാണ് കോടതി വളപ്പിൽ ഉണ്ടായത്. വൈകാരികമായി കുടുംബം പ്രതികരിച്ചു. ഏതായാലും വീണ്ടും കസ്റ്റഡിയിലെടുത്ത ഡോക്ടർ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കൊടകിൽ നിന്നും ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ഉച്ചയോടുകൂടി വൈദ്യ പരിശോധന പൂർത്തിയാക്കിയാണ് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയെങ്കിലും അതിലെ നിബന്ധനകൾ അത് റാമിനെ ബോധ്യപ്പെടുത്തണം, എന്തിനാണ് അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ
പാലിച്ചില്ല എന്ന് പറഞ്ഞ് കോടതി വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഇത് സംബന്ധിച്ച് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വീണ്ടും ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നാളെ റാമിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നത്. ബൈജു, ഇപ്പോൾ ആരോപണവുമായി കുടുംബം അടക്കം രംഗത്തെത്തിയ സാഹചര്യത്തിൽ അവർ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും കുടുംബം ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതായത് ബലം പ്രയോഗിച്ച് ഈ കോടതി വളപ്പിൽ നിന്നും ഡിവൈഎസ്പി, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം ഈ റാമിനെ കടത്തിക്കൊണ്ടുപോയെന്ന തരത്തിലാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ ക്രൈംബ്രാഞ്ചിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം സുപ്രീം കോടതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണം, അത് നോട്ടീസ് നൽകി അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ അതിൽ പാലിക്കാതെയുള്ള ഒരു അറസ്റ്റാണ്. അതുകൊണ്ട് കോടതി വിട്ടയക്കുന്ന ഒരു സാഹചര്യം, ഒരു കേസിലെ ഒന്നാം പ്രതി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട 3 മാസത്തിന് ശേഷം ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് എന്തായാലും വലിയ വീഴ്ച ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. കുടുംബം വലിയ പരാതിയുമായി ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പോലും നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു കേസിലാണ് ഇത്തരത്തിൽ 3 മാസം കഴിഞ്ഞ് ഒരു പ്രതിയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങൾ അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ പ്രതിയെ വിട്ടയക്കുന്നു, കോടതി വിട്ടയക്കുന്നു. ജാമ്യത്തിൽ പോലുമല്ല, പ്രതിയെ നിരുപാധികം വിട്ടയക്കുന്നു. അതായത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റാണ് എന്ന് പറഞ്ഞ് കോടതി വിട്ടയക്കുന്നു. പക്ഷെ പിന്നീട് അതേ കോടതി വളപ്പിൽ തന്നെ ക്രൈംബ്രാഞ്ച് ഈ റാമിനെ ബലമായി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. ഏതായാലും അങ്ങേയറ്റം നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. ഇനി കോടതി ഇതിൽ വീണ്ടും അതേ കോടതിയിൽ തന്നെയാണ് റാമിനെ ഹാജരാക്കേണ്ടത്. കോടതി എന്ത് നിലപാടെടുക്കുന്നതും വളരെ ശ്രദ്ധേയമാണ് ഈ കാര്യത്തിൽ. ഏതായാലും കുടുംബം ഇന്ന് വലിയ തോതിൽ ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ റാമിന്റെ കുടുംബം, അതായത് റാമിന്റെ ഭാര്യ ദിൽന ഉൾപ്പെടെ വലിയ ആരോപണമായി രംഗത്ത് വരുന്നു. ബലമായി തന്നെ തള്ളി മാറ്റി റാമിനെ ബലമായി പിടിച്ചു കൊണ്ടുപോയി. അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പോലും പറയാതെയാണ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയെന്ന് അവർ പറയുന്ന സാഹചര്യമുണ്ടായി. അഭിഭാഷകർ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർക്ക് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. ഏതായാലും ആ രംഗം നാടകീയമായി തന്നെ രംഗം എന്ന് പറയേണ്ടി വരും. ഏതായാലും റാം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുണ്ട്. ക്രൈംബ്രാഞ്ച് അത്തരം നടപടികൾ പൂർത്തിയാക്കി നാളെ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. കോടതി നാളെ ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇന്ന് റാമിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനൊക്കെ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന ഒരു കാരണത്താൽ റാമിനെ വിട്ടയച്ചത്. കോടതി വിട്ടയക്കുന്നു. ഇത്രയും ഗൗരവമുള്ള ഒരു കേസിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്നു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വലിയ തോതിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും മാർച്ചും പ്രതിഷേധവും ഒക്കെ ഈ ഒരു കേസിലാണ്. കേസിലെ ഒന്നാം പ്രതി 3 മാസമായി ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഒളിവിൽ കഴിയുകയായിരുന്ന 3 കോടതികൾ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഒരു പ്രതിയാണ്. ആ പ്രതിയുടെ അറസ്റ്റാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെ വീണ്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് വൈകിയതിൽ വിമർശനവുമായി ഹൈക്കോടതി. വെള്ളിയാഴ്ചത്തെ വിമർശനത്തെ തുടർന്നാണ് ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് എന്ന് കോടതി പറഞ്ഞു. ഇത് ശരിയല്ലെന്നും ഹൈക്കോടതി. ഈ കേസിന് ഒരു അനുകമ്പയുടെ ഘടകമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ആകെയുണ്ടായിരുന്ന മകനാണ് നിതിൻ രാജ്. ഡോക്ടർ MK റാം നിതിൻ രാജിനെ കടുത്ത രീതിയിൽ ഉപദ്രവിച്ചു. ഉപദ്രവത്തിൽ നിവൃത്തിയില്ലാതെയാണ് നിതിൻ രാജിന്റെ ആത്മഹത്യ. മനുഷ്യത്വമില്ലാത്ത ആളുകളെ ആ രീതിയിൽ കണക്കാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.